ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഞാനൊരു മാങ്ങാച്ചാർ തന്നെയായിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ ഇന്ന് കേരള സ്റ്റൈലല്ല, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകട്ടോ. മാങ്ങ നന്നായി കഴുകി, വെള്ളത്തിൻ്റെ ഒരു അംശം പോലും കാണില്ല, നടുവേ കീറി, പിന്നെ അതൊരു 2-3 ആയി മുറിച്ച് അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് നമ്മളിത് അച്ചാറിടുന്നത്. അതിനുശേഷം അതിനകത്തേക്ക് കല്ലുപ്പൊക്കെ ഇട്ട് നമുക്ക് ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക്, ഞാനത് തലേദിവസം രാത്രിയിലാണ് ഉപ്പിട്ട് വെക്കുന്നത്. അത് പിറ്റേ ദിവസം വേണം ഞാനത് എടുക്കത്തുള്ളൂ. അപ്പോൾ അതൊരു അരിപ്പ പോലുള്ളൊരു പാത്രത്തിലേക്കിട്ട് നമുക്ക് അതിൻ്റെ ആ ഉപ്പ് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും മാങ്ങയിലുള്ള വെള്ളം എല്ലാം വെളിയിൽ വരും. അപ്പം അത് മാങ്ങയിൽ അധികം പിടിച്ചിരിക്കാതെ പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലിട്ട് നമുക്കത് എടുക്കാം. ഇപ്പോൾ അത് ഇത്രയും കടന്നപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് പിറ്റേ ദിവസം ഞാൻ അതൊന്ന് വെയിലത്ത് വെച്ച് ഉണങ്ങാൻ പോവാണ്. 2 മുറത്തിലേക്കാക്കിയിട്ട് ഞാനൊന്ന് വെയിൽ ഒളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 6-7 മണിക്കൂർ വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മാങ്ങ ദാണ്ട് ഈ പരുവത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുകും 2 ടേബിൾ സ്പൂൺ ഉലുവയും 6 ചുവന്ന മുളക് കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാനായി വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടുക് പരിപ്പൂടെ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ചൂടാക്കേണ്ട കാര്യമില്ല, ഈ ചെറു ചൂട് കിടന്ന് അങ്ങ് ആയിക്കോളും. മസാലയെല്ലാം തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് നമുക്ക് കടുകെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ അച്ചാറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ കടുകെണ്ണയാണ്. അത് തിളപ്പിക്കേണ്ട കാര്യമില്ല, നന്നായി ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാല എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി പൊടിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇനി ഈ പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ അയമോദകവും 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും 1 ടീസ്പൂൺ കായവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഉണങ്ങി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി മസാലകളും കൂടി ചേർത്ത് നമുക്ക് മാങ്ങയ്ക്കും മസാലയ്ക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് മുമ്പിലേക്ക് നിൽക്കത്തക്ക രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. പിന്നീട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കടുകെണ്ണ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി എല്ലാ മാങ്ങയിലും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാങ്ങ ഇൻഡയറക്റ്റായിട്ട് ലൈറ്റ് കിട്ടുന്നിടത്ത് നമുക്കൊരു 2 ദിവസത്തേക്ക് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം. അങ്ങനെ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഈ 2 ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളത് ബോട്ടിലേക്ക് ആക്കുന്നതിന് മുമ്പ് അതിലെന്തെങ്കിലും ഉപ്പോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടോ എങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് കുപ്പിയിലേക്ക് ആക്കുവാണ്. കടുകെണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നല്ലെണ്ണ ഉപയോഗിക്കാവുന്നതാണ്, പക്ഷേ ആ ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കടുകെണ്ണ തന്നെ ഉപയോഗിക്കണം. നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.